ഈ കാണുന്നത് ഞാനിവിടെ 90 രൂപയ്ക്ക് വാങ്ങിയ ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡും ഒരു ബാറ്ററിയും ഒരു സ്പീക്കറും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് റീചാർജബിൾ മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു 90 രൂപയുടെ ബോർഡിൽ പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, FM റേഡിയോ, ബ്ലൂടൂത്ത്, ഓക്സ് ഇൻപുട്ട് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഈ ഒരു ബോർഡിൽ നമുക്ക് നേരിട്ട് സ്പീക്കർ കണക്ട് ചെയ്യാം. വേറെ ആംപ്ലിഫയർ ബോർഡിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ബോർഡിൽ ഒരു സ്പീക്കർ ഔട്ടാണുള്ളത് 5 വാട്ട്സിൻ്റെ. അതുപോലെ ഈ ഒരു ടൈപ്പ് ബോർഡ് മേടിച്ച് നമ്മൾ സ്വന്തമായിട്ട് മ്യൂസിക് പ്ലെയറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. കാരണം ഇതിന് അധികം സ്വിച്ചുകളൊന്നുമില്ല. ഒരു സ്വിച്ച് തന്നെയാണ് എല്ലാ കൺട്രോളും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാനലിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. അതുപോലെ ഈ ഒരു ബോർഡ് ഞാനിവിടെ 90 രൂപയ്ക്ക് വാങ്ങിയത് തൊടുപുഴ കിഷോർ ഓഡിയോസിൽ നിന്നാണ്. ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടിയ ഒരു ടൈപ്പ് ബോർഡ് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് എനിക്ക് 90 രൂപയ്ക്ക് കിട്ടിയത്. ഈ ഒരു ബോർഡിന് ഓൺലൈനായിട്ട് വില കൂടുതലാണ്. ഈ ഒരു ബോർഡിന് ആമസോണിൽ 260 രൂപയാണ്, ഫ്ലിപ്കാർട്ടിൽ 264 രൂപയാണ്. അതുപോലെ കിഷോർ ഓഡിയോസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ്, ഇത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ്. ഷോപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്ക്. 170 രൂപയുടെ ഓഡിയോ പ്ലെയർ പാനലൊക്കെ നമ്മൾ വാങ്ങിയത് ഈ ഒരു ഷോപ്പിൽ നിന്നായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു 90 രൂപയുടെ ബോർഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ നമുക്ക് മൊത്തത്തിൽ 5 വയറാണ് കണക്ട് ചെയ്യാനുള്ളത്. ബാറ്ററിയുടെ പ്ലസ് മൈനസ് അങ്ങനെ 2 വയർ, സ്പീക്കറിൻ്റെ 2 വയർ, FM ആൻറ്റിനയ്ക്ക് വേണ്ടിയിട്ട് 1 വയർ, ഇങ്ങനെ മൊത്തത്തിൽ 5 വയറാണ് ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. അതുപോലെ ബാറ്ററിയും സ്പീക്കറും കണക്ട് ചെയ്യാൻ വേണ്ടി 2 സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നെങ്കിൽ വയർ സോൾഡ് ചെയ്ത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യാൻ പിന്നി മേടിച്ച് കണക്ട് ചെയ്യാം. റെഡ് നിറത്തിലുള്ള സോക്കറ്റിലാണ് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. ക്രീം കളർ സോക്കറ്റിലെ സ്പീക്കറും. ഇതിന് ഒരു സ്പീക്കർ ഔട്ടാണുള്ളത്. 5 വാട്ട്സ് ആണ് ഔട്ട്പുട്ട്. അതുപോലെ ഈ ഒരു സ്പീക്കർ ഔട്ടിൽ 2 സ്പീക്കർ കൊടുക്കുകയും ചെയ്യരുത്, ഒരു സ്പീക്കറാണ് കൊടുക്കാവുള്ളൂ. അതുപോലെ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത്. ആ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജിങ് സോക്കറ്റ് ഈ ഒരു ബോർഡിൽ തന്നെയുണ്ട്. മൈക്രോ USB സോക്കറ്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് മൊബൈലിൽ ചാർജർ കണക്ട് ചെയ്ത് ഇതിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി റീചാർജ് ചെയ്യാൻ പറ്റും. ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെയുള്ളത് ഓക്സിൻ്റെ സോക്കറ്റ്, മെമ്മറി കാർഡാണുള്ള സോക്കറ്റ്, പെൻ ഡ്രൈവിൻ്റെ സോക്കറ്റ്, പിന്നെയുള്ളത് ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ ഓളിയും അപ്പ് ആൻഡ് ഡൗൺ മെനു. ഇത് മൂന്നും ഒറ്റ സ്വിച്ച് തന്നെയാണ് വരുന്നത്. ഇത്രയൊക്കെയുള്ളൂ, വളരെ ചെറിയൊരു ബോർഡാണിത്. അതുപോലെ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന പോലത്തെ ലിഥിയൻ ബാറ്ററിയാണ്. അപ്പോൾ ഇതുപോലുള്ള ബാറ്ററിക്ക് ഏകദേശം 100 രൂപ മുതൽ ഷോപ്പുകളിൽ കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിയൊക്കെ ആണെങ്കിൽ ഏകദേശം 140 മുതൽ 160 രൂപയൊക്കെ ആവും. അതുപോലെ പല MAH ഉള്ള ബാറ്ററിയും കിട്ടും. ഇപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവിൽ നെഗറ്റീവ് 2 വയർ കണക്ട് ചെയ്ത് നമുക്ക് നേരെ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ കൂടുതൽ ബാക്ക് കിട്ടാനായിട്ട് ഇതുപോലത്തെ 2 ബാറ്ററി ഒരുമിച്ച് പാരലായിട്ടൊന്നും ഈ ഒരു ബോർഡിൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെ 2 ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്ത് ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടാവില്ല. 2 ബാറ്ററി ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്ത് ഈ ഒരു ബോർഡിലുള്ള ചാർജിങ് സോക്കറ്റ് വഴി ചാർജ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ബോർഡ് കംപ്ലൈൻറ്റ് ആവുന്നത്. അപ്പോൾ കൂടുതൽ ബാക്കപ്പ് കിട്ടാനുള്ള ഉദ്ദേശമാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള MAH കൂടി ലിഥിയൻ ബാറ്ററി ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററിയും സ്പീക്കർ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററി കണക്ട് ചെയ്തേക്കുന്ന വയർ സോൾഡർ ചെയ്താണ്. ഈ ഒരു സോക്കറ്റിൽ കണക്ട് ചെയ്യാനുള്ള പിന്നില്ലാത്തതുകൊണ്ടാണ് ചെറുത്. ഇനി ഇതിലേക്ക് സ്പീക്കർ കൂടി കണക്ട് ചെയ്ത് നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ബോർഡ് ഓൺ ആക്കുമ്പോൾ ഒച്ചപ്പാടും ബഹളം അത് ഭയങ്കര ഒരു സൗണ്ടാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ കൺട്രോളിങ് മൊത്തം ഈ ഒരു ബട്ടണിൽ തന്നെയാണ്. സെൻറ്ററിലേക്ക് ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ മെനു ബട്ടണും സിംഗിൾ ക്ലിക്കിൽ പ്ലേ ആൻഡ് പൗസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മോഡ് മാറ്റാനായിട്ടാണെങ്കിൽ ഈ ഒരു ബട്ടണിൽ നേരെ സെൻറ്ററിലേക്ക് പ്രസ് ചെയ്താൽ മതി. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനാണ് മെനു ബട്ടണായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി ഓളിയും അപ്പ് ആൻഡ് ഡൗൺ അത് ലെഫ്റ്റ് റൈറ്റ് ഈ കോർണറിലേക്ക് ഈ ഒരു സ്വിച്ച് ചെരിച്ച് പിടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്താണ് ഓളിയും കൂടുകയും കുറയും ചെയ്യുന്നത്. ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് സിംഗിൾ ടാപ്പാണ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് പ്രീവിയസ് അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു ബോർഡിൽ FM ചാനൽ സ്കാൻ ചെയ്തെടുക്കാനായിട്ടാണെങ്കിൽ ആദ്യമേ FM മോഡാക്കുക. പിന്നെ ഈ ഒരു ബട്ടണിൽ സെൻറ്ററിൽ നിന്ന് സിംഗിൾ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ചാനലെല്ലാം സ്കാനായി സേവ് ആയിക്കോളും. ഇപ്പം ചാനലെല്ലാം സ്കാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ FM ചാനലെല്ലാം സ്കാനായിട്ട് സേവ് ആയിട്ടുണ്ടാവും ലിസ്റ്റ്. ഇനി നമ്മൾ ഈ ഒരു ബോർഡ് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ആക്കിയാലും ഈ ലിസ്റ്റ് പോവില്ല. ഇതിൽ നിന്ന് ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാണ്ടിരുന്നാൽ മതി. അതുപോലെ ഇങ്ങനെ FM ചാനൽ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നത് ഇത് എപ്പോഴും ചെയ്യേണ്ട. നമ്മളിത് ആദ്യമേ സെറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇങ്ങനെ സ്കാൻ ചെയ്താൽ മതി. അതുപോലെ ഞാനിവിടെ ഈ ഒരു ബോർഡിൽ സ്കാൻ ചെയ്തെടുത്ത FM ചാനലുകൾ അതൊന്ന് പ്ലേ ചെയ്ത് കൊടുക്കേൽപ്പിക്കാം.
ഇന്നലെ ഭൂമി അളക്കാൻ ആള് വന്നില്ലേ? ആളന്ന് വന്നപ്പോ 60 സംഗതി ഹോട്ടാണ്. നടപടിയാവൂല. പിന്നെ ഈ ഒരു ബോർഡിൽ നമ്മൾ മൊബൈലിൻ്റെ ചാർജർ കണക്ട് ചെയ്യുമ്പം ചാർജിങ് ടൈമിൽ റെഡ് LED ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് നിൽക്കും. ബാറ്ററി ചാർജ് ഫുൾ ആകുമ്പം ഈ ഒരു LED ഇൻഡിക്കേറ്റർ ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. വേറെ ഇൻഡിക്കേഷനോ കാര്യങ്ങളൊന്നും ബാറ്ററി ചാർജ് ഫുൾ ആകുന്ന സമയത്തില്ല. പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ ഒരു ബോർഡിൽ ബാറ്ററി കണക്ട് ചെയ്യാതെ ഇതുപോലെ മൊബൈൽ ചാർജർ മാത്രം കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ നമുക്ക് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ പൂർണ്ണമായിട്ടും വിജയകരമല്ല രീതി. ചെറിയ സൗണ്ടിലാണ് പാട്ട് വെക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, സൗണ്ട് കൂട്ടുമ്പോൾ ഈ ഒരു ബോർഡ് ഓഫായി പോകാറുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ വന്ന കമൻ്റ് ആയിരുന്നു ഇതിൽ ബാറ്ററി കണക്ട് ചെയ്യണ ആ ഒരു പോയിന്റിലേക്ക് മൊബൈൽ ചാർജർ കണക്ട് ചെയ്താൽ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയും ബാറ്ററിയുടെ പോയിന്റിലേക്ക് മൊബൈൽ ചാർജർ നേരിട്ട് കണക്ട് ചെയ്യരുത്, വോൾട്ട് കൂടുതലാണ്, ബോർഡ് കംപ്ലൈൻറ്റ് ആവും. ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ലിഥിയം ബാറ്ററി അത് ഫുൾ ചാർജ് ഉള്ള സമയത്ത് 4.2 വോൾട്ടാണ്. മൊബൈൽ ചാർജറിൻ്റെ ഔട്ട്പുട്ട് 5 വോൾട്ടാണ്. അപ്പോൾ 5 വോൾട്ട് നേരിട്ട് ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്താൽ ബോർഡ് കംപ്ലൈൻറ്റ് ആവാനുള്ള വഴിയുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലത് ഈ ഒരു ബോർഡിൽ ലിഥിയം ബാറ്ററി കണക്ട് ചെയ്ത് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്നതാണ്. ഈ ബോർഡിന് നെഗറ്റീവായിട്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പിന്നെ FM റേഡിയോക്ക് ചെറിയ രീതിയിൽ ഒരു സിഗ്നൽ ക്ലാരിറ്റി കുറവുണ്ട്. പിന്നെ 90 ബോർഡിന് ഇത്രയൊക്കെ കാര്യങ്ങൾ കിട്ടുന്നതിന് വലിയൊരു കാര്യമാണ്. ബ്ലൂടൂത്ത്, പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, FM റേഡിയോ, ഓക്സ് ഇൻപുട്ട് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. ഇൻബിൽറ്റ് ആയിട്ട് ആംപ്ലിഫയർ ഉണ്ട്. അതുപോലെ ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ലിഥിയം ബാറ്ററി അത് വേറെ ചാർജിങ് ബോർഡൊന്നും ഉപയോഗിക്കേണ്ട. ഇത്രയെല്ലാം സെറ്റപ്പുള്ള ഈ ഒരു ബോർഡ് ഇത് നമുക്ക് 90 കിട്ടുമ്പോൾ ഇതിനെപ്പറ്റി നെഗറ്റീവായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുപോലെ ഈ ഒരു ടൈപ്പ് ബോർഡ് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിലും ഉണ്ട്, ആമസോണിലും ഉണ്ട്. രണ്ടിലും നമുക്ക് കടയിൽ നിന്ന് കിട്ടിയതിനേക്കാളും ഒരുപാട് വില കൂടുതലാണ്. 260 264 എന്തായാലും മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ ഞാൻ ഈ ഒരു ബോർഡ് വാങ്ങിയ തൊടുപുഴ കിഷോർ ഓഡിയോസ് അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തേക്കാം വീഡിയോയിൽ. അതുപോലെ ഞാൻ ഈ ഒരു ബോർഡിൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഈ ഒരു ബോർഡിൽ MIC നേടിയേക്കുന്ന ഈ ഒരു പോയിന്റ്, അപ്പോൾ ഇത് മൈക്ക് കണക്ട് ചെയ്യാനാണ്. ഇപ്പോൾ ഇവിടെ കണ്ടൻസർ മൈക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ മൈക്ക് കണക്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. ഈ ഒരു ബോർഡ് നമ്മൾ ബ്ലൂടൂത്ത് വഴി ഫോണായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് കോൾ വരുവാണെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു മൈക്കായിരിക്കും വർക്ക് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അതുപോലെ ഞാനിവിടെ ഈ ഒരു ബോർഡ് വാങ്ങിയ ഷോപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. അതുപോലെ ഈ ഒരു ഷോപ്പിൽ കിട്ടുന്ന വേറെ 2 ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ പാനൽ കൂടി കാണിക്കാം. ഈ കാണുന്ന ഈ ഒരു ബോർഡിന് 90 രൂപയാണ്. ഇതിലും സ്പീക്കർ നമുക്ക് നേരിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാം. അതുപോലെ ബ്ലൂടൂത്ത്, പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, ഓക്സ് ഇൻപുട്ട്, FM റേഡിയോ ഇതെല്ലാം സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ബോർഡിൽ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്വിച്ചുകളെല്ലാം വരുന്നത്. പിന്നെ ഈ കാണുന്ന ഈ ഒരു ഓഡിയോ പ്ലെയർ പാനൽ, ഈ ഒരു പാനലിന് 107 രൂപയാണ്. ഈ ഒരു ഓഡിയോ പ്ലെയർ പാനലിൽ 2 സ്പീക്കർ ഔട്ട് ഉണ്ട്. ഈ ഒരു പാനലിലും പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, FM റേഡിയോ, ബ്ലൂടൂത്ത്, ഓക്സ് ഇൻപുട്ട് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനലിൻ്റെയും അതുപോലെ ഈ ഒരു ബോർഡിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.